കൃത്യമായ ഡയഗ്നോസിസ്, അതായത് MRI അടക്കമുള്ള എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് രോഗം കണ്ടുപിടിച്ചെങ്കിലും കൃത്യമായ സമയത്ത് ചികിത്സിക്കാത്തതുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു രോഗിയുടെ അവസ്ഥയാണ്. ജയ്പൂരിലുള്ള ഈ രോഗി ഇപ്പോൾ മലമൂത്രമൊന്നും പോകാതെ കിടപ്പിലായി ഒരു ICUലുള്ള പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഹിസ്റ്ററി ഓഫ് അസുഖം നോക്കിക്കഴിഞ്ഞാൽ 38 വയസ്സാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ നടുവേനൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2024 സെപ്റ്റംബർ 24 MRI എടുത്തപ്പോൾ അവർക്ക് ഒരു L4 L5 ഏരിയയിൽ സ്റ്റീനോസിസ് ഒരു 9.2 ഒരു സ്റ്റീനോസിസ് ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു കൃത്യമായ റെസ്റ്റും ചികിത്സയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാറുന്നു ഒക്കെ അന്ന് അവിടുന്ന് പറഞ്ഞിരുന്നെങ്കിലും രോഗിക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല. പിന്നീട് 2024 ഡിസംബറിൽ MRI എടുത്ത് നോക്കുമ്പോൾ അവിടെ അവർ പറയുന്നത് 2 mm മാത്രം അത്രയും ചുരുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഒരു 17-16 mm വേണ്ട സ്ഥലത്താണ് 2 mm ഉള്ളത്. അപ്പോൾ തന്നെ ഉടനെ സർജറി ചെയ്തു എന്നും സർജറി ചെയ്ത ശേഷം പിന്നെ മലമൂത്രങ്ങളൊക്കെ പോകാത്ത അവസ്ഥയിൽ എത്തിയെന്നാണ് ബ്രദർ എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ സമയത്ത് തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡയഗ്നോസിസ് ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവർ മറ്റെല്ലാം നോക്കി അവരുടെ ആർത്രൈറ്റിസ് ടൈപ്പ് എന്തെങ്കിലും ഉണ്ടോ, അതല്ല മൾട്ടിപ്പിൾ മയലോമ പോലത്തെ ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലെയുള്ള ബ്രെയിൻ നേവ് എന്ന ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ, ഇവിൻ സാർക്കോമ പോലത്തെ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നെല്ലാം നോക്കിയിട്ടും അവർക്ക് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ രോഗി ICUവിൽ കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ ശരിയായ ഡോക്ടറെ, ഇത് ഞാനിപ്പോൾ നമ്മളെ സ്പൈൻ ആൻഡ് ജോയിൻറ്റ് കേരള കമ്പൈൻഡ് ചെയ്യുന്ന ഓർത്തോ ഡോക്ടർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്നുകിൽ നേരത്തെ തന്നെ ഡാമേജ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ ഓപ്പറേഷന് ശേഷം ഇതിൽ അവർ പറയുന്നുണ്ട് മെയ് 5 എടുത്തിരിക്കുന്ന ഒരു MRIയിൽ അവർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ആ ലാമിനെക്ടമിക്ക് ശേഷമുള്ള അത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ചേഞ്ചസ് ആർ സീൻ വിത്ത് ലാമിനെക്ടമി ഡിഫക്റ്റ് അറ്റ് L4 ലെവൽ എന്ന് പറയുന്നത് കൊണ്ട് ചിലപ്പം ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാം. എങ്ങനെയായാലും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് നേരത്തെ തന്നെ ചികിത്സിക്കുന്ന ഒരു സംവിധാനം നമ്മളെല്ലാവരും ഉണ്ടാക്കുകയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ഉള്ള രോഗികളിലോ നിങ്ങളുടെ കുടുംബത്തിൽ നാട്ടുകാർ വീട്ടുകാർക്കൊക്കെ അറിയിക്കാം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.